എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ദ ആർട്ട് ഓഫ് കുക്കിംഗ് ബൈ ഉഷ ശശികുമാർ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇന്നിവിടെ തയ്യാറാക്കുന്നത് കാച്ചിൽ കൊണ്ടുള്ള ഒരു റൈസാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതുപോലെ തന്നെ ചേരുവകളും പരിചയപ്പെടുത്താം. ആദ്യമേ ചേരുവകൾ പരിചയപ്പെടുത്താം. കാച്ചിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാച്ചിലിൻ്റെ പീസസിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിക്കുക. അപ്പോൾ പകുതി വേവായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നല്ലോണം ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം കുറച്ച് മൈദ എടുക്കുക. ഞാനിപ്പോൾ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മുളക് പൊടി ഇടുക. ഭയങ്കര സ്പൈസി വേണമെന്നുള്ള കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ എടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉപ്പും ആവശ്യത്തിന്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ എല്ലായിടത്തും ഒരുപോലെ വരണം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. ഞാനൊരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. മുട്ട ഒന്ന് മതിയാവും, അതിൻ്റെ ആവശ്യമുള്ളൂ. മുട്ട നല്ലോണം വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുകയാണ് മുട്ട. പിന്നെ വേണ്ടത് ബ്രെഡിൻ്റെ കുറച്ച് പൊടിയാണ്. അത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ബ്രെഡ് പൊടിച്ചെടുത്താൽ മതിയാവും. നല്ലോണം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പ് പോലും ഇല്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത്രയും ചേരുവകൾ മതിയാവും. പിന്നെ വേണ്ടത് എണ്ണയാണ്. കോക്കനട്ട് ഓയിൽ എത്ര ആവശ്യത്തിന് എടുക്കുക. മാറ്റി വെച്ചിരുന്ന കാച്ചിലിൻ്റെ പീസസ് എടുത്ത് നോക്കാം. ഇതൊരുവിധം വെന്ത് കാണും. നല്ല ചൂടുവെള്ളത്തിലാണ് വെച്ചിരുന്നത്. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളമൊന്ന് മാറ്റിയെടുക്കാം. നന്നായിട്ട് വെള്ളം ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ മൈദമാവല്ലേ ഒട്ടിപ്പിടിക്കാൻ വേണ്ട. കുറച്ച് നേരം വെച്ച് വെള്ളം ഒന്ന് മാറ്റിയെടുക്കുക. ഇങ്ങനെ എല്ലാം കൂടെ മൊത്തത്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കാര്യം വെള്ളമയം അധികം ഇല്ലാത്തതുകൊണ്ട് പറ്റി പിടിക്കത്തില്ല. വേറെ ഫ്രൈസൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേണം. ഇത് പക്ഷേ ഞാൻ നോക്കിയിട്ടുണ്ട്, അധികം അങ്ങനെ പറ്റി പിടിക്കാൻ സാധിക്കില്ല. നല്ലോണം എടുക്കുക. ഇതിന് ശേഷം ആണ് സൂക്ഷിച്ച് ചെയ്യേണ്ടത്. ഇതിന് ശേഷം മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ പീസായിട്ടിട്ട് എടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ മൊത്തത്തിലൊട്ടി പിടിക്കും. ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നായിട്ട് ബ്രെഡിൻ്റെ പൊടി വെച്ചിട്ടുണ്ട്, അതിലോട്ടിടുക. അങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് ചെയ്യാം. ഇങ്ങനെ എടുക്കുക. മുട്ടയുടെ വൈറ്റ് മാത്രമല്ല, ഹോൾ എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇതെടുത്തിട്ട് ബ്രെഡിൻ്റെ പൊടിയിലിടുക. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക.
എണ്ണ നന്നായിട്ട് ചൂടാച്ച് തീയൊന്ന് താഴ്ത്തിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക്. കാച്ചിൽ കൊണ്ടുള്ള ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, വളരെ എളുപ്പം തയ്യാറാക്കാൻ സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. കാച്ചിൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.